ഗ്രീക്ക് ദൈവങ്ങൾക്കെല്ലാം ഈ അഴകും രൂപവും ഉണ്ടായി. നാം നമ്മൾ ആരാധിക്കുന്നത് ഭാഷയിലൂടെ, ഭാഷയുടെ മഹാവ്യാപ്തിയാണ് നാം അറിയുന്നതല്ല. ആ ഭാഷയ്ക്ക് വിസ്തൃതി നൽകുക, ശക്തി നൽകുക, അതിന് പ്രകാശനശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് പകരാതെ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവിത പ്രത്യേകിച്ച് ഈ ഭാഷയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ഓരോ കവിയുടെയും ലക്ഷ്യം. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നല്ല ചോദ്യമാണ്. അവരെ ആദരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്നോട് ചോദിച്ചു, മാഷ് ഗദ്യ കവിതയാണോ എഴുതുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കവിതയില്ല. പദ്യ കവിത ഇല്ലാത്തിടത്തോളം ഗദ്യ കവിതയും. പദ്യം വേറെ, ഗദ്യവും വേറെ, കവിത വേറെ. പദ്യവും ഗദ്യവും ഒന്നാണ്. ഒന്നിന് വൃത്തമുണ്ടാകാം, ഒന്നിന് വൃത്തമില്ല എന്നതൊഴിച്ചാൽ അത് ഗദ്യം തന്നെയാണ്. വൃത്തമുള്ള ഗദ്യമാണ് പദ്യം, വൃത്തമില്ലാത്ത പദ്യമാണ് ഗദ്യം. ഇത് രണ്ടും ഒന്നാണ്. പക്ഷെ പോയട്രിയോ കവിതയോ അത് അസാധ്യമായ, മറ്റൊരു വിധത്തിലും ആവിഷ്കരിക്കാനാകാത്ത, അങ്ങനെയല്ലാതെ പറയാനാകാത്ത ഒരത്ഭുതത്തിന്റെ പേരാണ്, ഒരു മാജിക്കിന്റെ പേരാണ് കവിത. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന് മകളുടെ മകൾ പാഠപുസ്തകം നോക്കി വായിക്കുന്നത് കേട്ട് ആ അക്കിത്തം പൊട്ടിക്കരയുന്നുണ്ട്. കാരണം അയാളെ സംബന്ധിച്ച് ഈ കവിത സഞ്ചരിച്ചത് അത്ര വ്യാപ്തിയോടെ. നമ്മളെല്ലാം ബന്ധനത്തിലാണ്, മരണത്തിൽ, രോഗങ്ങൾ, പരിമിതികൾ, സകലരും ബന്ധിതരായിരിക്കെ ഈ വരിയുടെ അർത്ഥം ഒരു കൂട്ടിലായ പക്ഷിയിലൂടെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ. അങ്ങനെ കൂട്ടിലായ പക്ഷിയിലൂടെ പറയപ്പെട്ടത് എൻ്റെ ആത്മീയ അനുഭവമാണ് എന്ന് അക്കിത്തം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം കരയുന്നു. ഇതാണ് കാവ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിത്യം കടലെടുത്തിടും ജന്മത്തിന്റെ തുരുത്തിൽ ഞാൻ. അല്ലെ, ഇത് ഈ ഭാഷയിലല്ലാതെ നമുക്ക് പറയാനാവില്ല. അങ്ങനെ നോക്കൂ, ഓരോ ദിവസമായി കുറഞ്ഞുകൊണ്ടിരിക്കുക ആയുസ്. മനുഷ്യന് കൊടുക്കാവുന്ന ഒരേ ഒരു നിർവചനം മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നത് മാത്രമാണ്. 3 വയസ്സുള്ള കുട്ടിയും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, 50 വയസ്സുള്ള ആളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, 78 കഴിഞ്ഞ ആളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ ചില കലണ്ടറില്ലേ, ഓരോ ദിവസം കഴിഞ്ഞാൽ പിച്ചിക്കളയുന്ന കലണ്ടറില്ലേ, അങ്ങനെ ഏതോ ദൈവം ദിവസവും പിച്ചിക്കളഞ്ഞ് അവസാനം ഏതാനും ചില ഏടുകളായി നിലനിർത്തിയ ഒരു കലണ്ടറാണ് മനുഷ്യ ജീവിതം. കടലെടുക്കുകയാണ് നിത്യവും അതിലെ മണ്ണ്. നിത്യം കടലെടുത്തിടും ജന്മത്തിന്റെ തുരുത്തിൽ ഞാൻ. ഓരോരുത്തരും അതിൽ മരണം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം. എന്തൊരു വിചിത്രമായ തുല്യതയാണ് മരണത്തിന്റെ എന്ന് ആലോചിച്ച് നോക്കും. എന്തിനാണ് എല്ലാവർക്കും 95 വയസ്സിൽ മരിച്ചാൽ പോരായിരുന്നു? എന്നാൽ ഒരു ഉത്കണ്ഠയും കൂടാതെ 95 വയസ്സാകുമ്പോൾ നമുക്ക് തയ്യാറെടുത്ത് കൂടായിരുന്നു. പക്ഷേ സംഭവിക്കില്ല. എന്താ കാരണം? എല്ലാവർക്കും വേണം ഉത്കണ്ഠ. അതാണ് ജീവിതത്തെ മോഹനമാക്കി നിലനിർത്തുന്നത്. 3 വയസ്സായ കുട്ടി സ്കൂളിലേക്ക് പോയാൽ അതിന് 3 വയസ്സായിട്ടേ ആയതല്ലേ ഉള്ളൂ, ഭരിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കില്ല. നമ്മൾ നെഞ്ചിൽ പിടക്കാൻ തുടങ്ങും. അത് വരേണ്ട സമയം കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഇങ്ങനെ സുരക്ഷിതത്വം ഇൻഷുർ ചെയ്യുകയാണ് മരണം ചെയ്തത്. ഓരോരുത്തർക്കും അത് സംഭവിക്കാം എന്നതിനാൽ സൂക്ഷ്മവും തീവ്രവും ആക്കി ജീവിതത്തെ ആകർഷകമാക്കുകയാണ് മരണം ചെയ്തത്. അതിൻ്റെ ഇക്വാളിറ്റിയെ കുറിച്ചുള്ള ദർശനം അതീവ സങ്കീർണം. അതാണ് ഋഷിമാരും ഒക്കെ അന്വേഷിക്കുന്നതും കഠോപനിഷത്തും ഒക്കെ പറയുന്നതും ഒക്കെ ഇതിൻ്റെ ഈ ഒരു വ്യാപ്തിയാണ്. അപ്പൊ അതിലേക്കൊക്കെയാണ്
നിത്യം കടലെടുത്തിടും ജന്മത്തിൻ്റെ തുരുത്തിൽ ഞാൻ എന്ന ഒരു വരി പ്രവേശിക്കുന്നത് എന്ന ഇങ്ങനെ പല വേരുകളുള്ള പല അനുഭവങ്ങളുള്ള ഇതിലേക്ക് ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മ വലിയ ഉത്കണ്ഠ അനുഭവിച്ച ഒരാളായിരുന്നു. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ എഴുതും. ഒരു അനുസ്മരണമൊന്നും എഴുതിയാൽ നടക്കില്ല, ഒരു ലേഖനമോ ഒരു കഥയോ ഒന്നും എഴുതിയാൽ പറ്റില്ല. അതിന് കവിത എന്ന് പറയുന്ന മാധ്യമം തന്നെ. അതുകൊണ്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള, ഇവര് കേട്ടും മുഷിഞ്ഞിട്ടുള്ള ഒരു കവിത ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പ്രശ്നം കിടക്കാം, ആരും സ്വൈരം എടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നത് വരെ തല തോർത്തണ്ട, ആരും ഇഴകിടത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തോന്നിക്കൊണ്ട് പുസ്തകം വായിക്കാൻ പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട, രോമത്തുളകളിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാലത്തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ തെറ്റു ചെയ്തു. ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല എന്ന് എഴുതുമ്പോൾ എനിക്ക് ആ കടം ഒരു പരിധിയിലേറെ വീട്ടാൻ കഴിയുന്നു. അത് ഭാഷ എന്ന് പറയുന്നതിൻ്റെ സന്ത്രരൂപമായ കവിതയിലൂടെ അല്ലാതെ സാധ്യവും ഈ ഒരു സന്ത്രരൂപമാകാൻ ഇച്ഛിക്കുന്നുണ്ട് ഒരുപക്ഷെ ഭാഷയുടെ എല്ലാ ഉപയോഗങ്ങളും എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ കഥയൊക്കെ അതുപോലെയാണ്. എന്താ നോവൽ എഴുതുന്ന ആളാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. എന്തുകൊണ്ടാണ് നോവൽ പ്രധാനമായിരിക്കുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാരണവും മിലാൻ കുന്ദേര പറയുന്ന ഒരു ചെറിയ കാരണമാണ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളോടെ സ്വീകരിക്കപ്പെടുന്നു. ജീവിതത്തിൽ കുറ്റങ്ങളെ പ്രതി നിങ്ങളെ തള്ളിക്കളയുന്നു, നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷെ നോവൽ എന്ന മാധ്യമത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളോടെ സ്വീകരിക്കപ്പെടുന്നു, മുഴുവൻ വ്യാപ്തിയോടെയും സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ ഭൂമിയിലെ പരിമിതികൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. കവിതയാണെങ്കിലും കഥയാണെങ്കിലും എല്ലാം. കഥ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറയട്ടെ, നമ്മളെല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സ്. നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങളൊക്കെ സ്റ്റോറി ടെല്ലേഴ്സാണ്. കാരണം എന്താ, ഒരു സംഭവവും അതേപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ഭാവന കലർത്തിയിട്ട് മാത്രമേ സാധ്യം. ആത്മകഥ എന്ന് പറയുക, ഓട്ടോബയോഗ്രഫി എന്നല്ല, ആത്മകഥ എന്നാണ് നമ്മൾ ബുദ്ധിപൂർവം പറയുക. അത് മലയാള ഭാഷയുടെ ഒരു ശക്തിയാണ്. മറ്റേതെങ്കിലും ഭാഷയിൽ സ്വന്തം അനുഭവത്തെ കഥയായി പറയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ 72ാമത്തെ വയസ്സിൽ എൻ്റെ ആത്മകഥ എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് ഓർമ്മയാണ് മുൻകാലത്തെക്കുറിച്ച്? ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആ ഓർമ്മയിൽ വെച്ച് പിന്നീട് ഞാൻ സങ്കല്പിക്കുകയാണ് ചെയ്യുക എൻ്റെ ആത്മകഥ. എ.കെ. ഗോപാലിൻ്റെയും EMSൻ്റെയും മാധവിക്കുട്ടിയുടെയും പിന്നെ എല്ലാവരുടെ ആത്മകഥകളും ഫിക്ഷൻ. ഒന്നും അതേപടി ശാസ്ത്രമല്ല. ഒരനുഭവത്തെ 2 പേർ കണ്ടു, 2 കുട്ടികൾ ഒരു അപകടം റോഡിൽ വെച്ച് കണ്ടു, വീട്ടിൽ നിന്ന് പറയുക 2 കഥകൾ. അങ്ങനെ മനുഷ്യന് ഭാവന കലർത്തി മാത്രമേ പറയാനാകൂ എന്ന മനുഷ്യന്റെ പരിമിതിയോ സാധ്യതയോ ആണ് കഥയായിട്ട് മാറുന്നത്. നമ്മൾ പറയുന്നതൊക്കെ കഥയായി മാറുന്നു. നിങ്ങളൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും അമ്മ അകത്തു നിന്ന് വന്ന് ചോദിക്കുന്നു, എപ്പം തുടങ്ങിയതായി കഥ, ചായ ഒന്നും കുടിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അവർ സംസാരിച്ചിരുന്ന കഥയല്ല, സ്പീച്ച് എന്നാണ് ടെയിൽ എന്ന് പറയുന്നത്. റൂട്ട് മീനിങ് ഭൂമിയിലെ സ്പീച്ച് എന്ന് പറയുന്നത് കഥയാണ്. ഈ സ്പീച്ച്
ശക്തമായി ഒരു ആകർഷണത്തോടുകൂടി സകലർക്കും സ്വീകാര്യമായ വിധത്തിൽ ഒരു പാറ്റേണിലൂടെ ആവിഷ്കരിക്കുമ്പോൾ അത് കഥയാകുന്നു, ചെറുകഥയാകുന്നു, നോവലാകുന്നു, നീണ്ട കഥയാകുന്നു, അതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോറി ടെല്ലേഴ്സ് വീണ്ടും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഭൂമിയിലുമൊക്കെ ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് അവതരിച്ചു കൊണ്ടിരിക്കുന്നു. കഥ അതുപോലെയാണ് കവിത. കവിത പക്ഷേ ഭാഷയെ സൂക്ഷ്മമാക്കിയും സാന്ദ്രമാക്കിയും ശക്തമാക്കിയും വളരുന്നു. കഥ പക്ഷേ അനുഭവങ്ങളെ പുനർനിർവചിക്കുന്നു നിരന്തരമായി. ഇങ്ങനെ ഭാവനാത്മകമായ പുനരാവിഷ്കരണത്തിലൂടെ ഭാഷ ശക്തമായി തീരുന്നു. നോക്കുക, നോവലോ കഥയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, കവിതയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? നമുക്ക് നമ്മളിൽ ഒതുങ്ങി കഴിയേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ എനിക്കെത്ര കഥാപാത്രങ്ങളാണ്, എത്ര ജീവിതങ്ങളാണ്. മറ്റ് ജീവിതങ്ങളെ ഒക്കെ ഞാൻ അറിയുന്നത് ഈ ഭാഷയിലൂടെ ആണ്. ഭാഷയുടെ സാഹിത്യം എന്ന ശക്തിയിലൂടെ ആണ്. അതുകൊണ്ട് ഒറ്റ ജന്മം മാത്രം കിട്ടിയ ഞാൻ പല ജന്മങ്ങൾ ജീവിക്കുന്ന ഒരാളായിത്തീരുന്നു. ആ പല ജന്മങ്ങൾ എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ടായിരുന്നു. ആ അനുഭവങ്ങൾക്കായി നിങ്ങൾ കൊതിക്കുന്നു. അത് കാവ്യരൂപത്തിലും അത് ഭാഷാരൂപത്തിലും, അതായത് കവിതാരൂപത്തിലും കഥാരൂപത്തിലും നിങ്ങൾ അനുഭവിക്കുന്നു. ഭാഷ അതിൻ്റെ മാജിക് വേറെയാണ്. അത് മാജിക്കൽ റിയലിസമുള്ള നോവലുകളിൽ മാത്രമല്ല, സത്യസന്ധമായി എഴുതപ്പെടുന്ന ഏത് ജീവിതവും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ അത്ഭുതത്തോടു കൂടി ആവിഷ്കരിക്കപ്പെടുമ്പോൾ ടോൾസ്റ്റോയ് പറയുന്നു, അശ്വാരൂഢനായ ഒരു ഭടൻ വളവ് തിരിഞ്ഞു വന്നപ്പോൾ അയാളെ നോക്കി, എന്തൊരത്ഭുതമാണ് മനുഷ്യൻ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ വരാൻ പോവുകയല്ലേ, ഞാൻ നിർത്താൻ പോവുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരാൻ പോവുക. അപ്പൊ ആളുകൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു, ഞാൻ എഴുതുന്നതിനേക്കാൾ നന്നായിട്ട് ഈ യന്ത്രം എഴുതുമോ? ഒരിക്കലും ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം മനുഷ്യ ശരീരം പോലെ നിരവധിയായ അനുഭവങ്ങൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ കാണാൻ ഒരു യന്ത്രത്തിനും സാധിക്കില്ല. എനിക്ക് പല്ല് മാറ്റി വെക്കേണ്ടി വന്നപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ പല്ല് എന്ത് ജൈവമായിരുന്നു. അതിന് സൗന്ദര്യം തരാൻ മാത്രമല്ല കഴിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഘടന എൻ്റെ ശരീരത്തോട് അത്രമേൽ ചേർന്നിരുന്നു. അതിനല്പം പെയിൻ വന്നാലും അപ്പം തലച്ചോററിയും. അതിന് വല്ല കുഴപ്പവും വന്നാൽ അതിൻ്റെ പോറ്റമ്മയായി ഈ നാവ് അതിങ്ങനെ ചുറ്റി നടക്കുക. അതിൻ്റെ ചുറ്റും പല്ലിലൊരല്പം നഷ്ടപ്പെട്ടാൽ അതിനെന്തൊരു വിഷമമായി വീഴും. പല്ല് എടുത്തു കളഞ്ഞാൽ ആ കുഴിമാടത്തിൽ കിടന്നത് തല തല്ലുണ്ട്. അങ്ങനെയുള്ള ഒരു ഘടനയാണ് കണ്ണും പല്ലും. ഈ കോവിഡ് കാലത്താണ് കണ്ണിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കിയത്. അന്ന് കണ്ണിന് മാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണിന് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കണ്ണും സുന്ദരമാണ്. നമ്മൾ പത്രത്തിലൊക്കെ കണ്ണ് മാത്രം കാണുന്നത്, മറ്റതൊക്കെ അതൊക്കെ മനോഹരമാണ്. എന്താ കാരണം? കണ്ണിന് അതുപോലെയല്ല, അതിന് വ്യസനിക്കാനറിയാം, അതിന് തലോടാനറിയാം, അതിന് അനുരാഗം കാണിക്കാനറിയാം, അതിന് വെറുപ്പ് കാണിക്കാനറിയാം, അതിന് നാനാവിധത്തിലുള്ള വികാരങ്ങളും കാണിക്കാൻ കഴിയുന്ന ക്യാൻവാസ് കണ്ണിന് മാത്രമേ. എന്തൊരത്ഭുതമാണ് ഈ കണ്ണ്! എന്നാണോ ഒരു റോബോട്ടിന് കണ്ണുകൾ വെച്ച് കൊടുക്കാൻ മനുഷ്യന് സാധിക്കുന്നത്, അന്ന് മാത്രമേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ തോൽപ്പിക്കൂ. അതാസാധ്യം. കണ്ണ് എന്ന് പറയുന്ന അത്യത്ഭുതം. വെറുതെ അല്ല തമിഴന്മാർ കണ്ണേ എന്ന് വിളിക്കുന്നത്. ആ അത്ഭുതം മറ്റൊന്നും കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും സാധിക്കും. അവർക്ക് എന്ത് സാധിക്കും? ഷേക്സ്പിയറെ പോലെ ഒരു കവിത എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഷേക്സ്പിയറൊക്കെ എഴുതി കഴിഞ്ഞതിനാൽ അതിനത് ചെയ്യാം. അമ്പിയാസുരം മാങ്ങാടിനെ പോലെ ഒരു നോവൽ എഴുതാൻ പറ്റില്ല. അയാൾ എഴുതി കഴിഞ്ഞിട്ടില്ല. അയാൾ ഇനി എന്താണ് എഴുതുന്നതെന്ന് ഒരു യന്ത്രത്തിനും
സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് പാസ്റ്റ് മാത്രമേ ഉള്ളൂ നിക്ഷേപമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നാം നിർമ്മിക്കുന്നത് പ്രസന്റാണ്, ഫ്യൂച്ചറാണ്. അത് മനുഷ്യന് മാത്രം സാധിക്കും. ഇത്രമേൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഉടൽ ഒരു യന്ത്രത്തിനുമില്ല. അതിനെ അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാഹിത്യ രൂപങ്ങൾ നൽകുകയാണ് എഴുത്തുകാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ആസ്പദമായ ഭാഷകൾ സാഹിത്യത്തോട് നമ്മുടെ പൊതുവാൾ ഭാഷ കാണിക്കുന്ന ഈ ഉത്കണ്ഠ